വെള്ളം നോക്കിയാൽ മതി. 25 കാണാം. ഓക്കെ. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയില് നമ്മളെ വെറുതെ കൊച്ചി കാണാൻ ഇറങ്ങിയതാണ്. ഞാനുണ്ട്, ഞാല്, ആഷിഖ്, ഞങ്ങള് ഉറക്കമില്ലാത്ത രാത്രികളാണ്. നായിപ്പ കുരക്കണ കാണാം. ഇപ്പൊ കുരക്കും. അപ്പൊ ഏതായാലും നമ്മൾ ഇന്ന് കൊച്ചിയിലുണ്ടല്ലേ, കാണുന്നതൊക്കെ കാണാല്ലേ. ഞങ്ങള് കൊച്ചിയിലുണ്ട്. മറൈൻ ഡ്രൈവ്, വാട്ടർ മെട്രോ, ജെട്ടി എല്ലാതും ഉണ്ടാവും. അതെ, ഞങ്ങളൊരു ദിവസം പണ്ടേ മതി. ഞങ്ങൾ ബിസി ഡേയ്സ് ആണ്. പക്ഷെ ഞങ്ങൾ ബിസി ഡേയ്സിന്റെ ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കാണാൻ വേണ്ടി വന്നതാണ്. 157 സബ്സ്ക്രൈബേഴ്സ്. 157 കുറെ മെസ്സേജുകൾ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോ നമ്മള് വില ഇൻസ്റ്റയിലേക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കയറി ഫോളോ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ പോണത് ഫുഡ് കഴിക്കാനാണ്. സമയം ഇപ്പോ 2:30 മണി. അപ്പൊ ഈ നേരത്തെ എന്ത് ഫുഡ് കിട്ടും നമുക്ക്? ഇങ്ങനെ ഞങ്ങൾ ഒരു പള്ളിയിൽ നിസ്കരിച്ച് വിശാലമായിട്ട് ഉറങ്ങി. ഇപ്പോൾ സമയം 7 മണി. ഇനി ഞങ്ങൾ മറൈൻ ഡ്രൈവ് പൗതി കെട്ടില്. എങ്ങണ്ട് ഓർക്കം കണ്ടു? നല്ല ഓർക്കം. അപ്പൊ ഗൈസ് ഞങ്ങള് ഒരു പള്ളിയിൽ ഉറക്കം ഒഴിച്ച് അവിടെ ഉറങ്ങിപ്പോയതായിരുന്നു. സുബഹിസ്കരിച്ചാണെന്നാണ്. ഈ പള്ളി നമ്മളെ മറൈൻ ഡ്രൈവിൽ വരുന്ന ഒരു 100 മൈലുള്ളത്. ആശുഖൊക്കെ വേണ്ടിയിട്ട് മാറി വന്നു. അപ്പൊ ഞങ്ങൾക്കിപ്പോ കെട്ട് കിട്ടത്തില്ല. ആ കെട്ട് വിടാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ചായ കുടിക്കണം. അപ്പൊ ചായയാണ് ഇപ്പൊ ഇവിടെ. ഇപ്പൊ എല്ലാവരും ലൊക്കേഷൻ എവിടെ ആയിക്കേണ്ടത്? ജ്യൂസ് സ്ട്രീറ്റ് ആണ്. നമ്മളെ എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാല് മറൈൻ ഡ്രൈവിന്റെ നേരെ തൊട്ടടുത്തുള്ള അതെ കുറച്ച് പറയുമ്പോൾ മൊത്ത നടുവിലാണ് ഇപ്പൊ വേൾഡിന്റെ ഒക്കെ പറഞ്ഞത്. എന്താണ് പത്രത്തില്? എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അത്രേ ഉള്ളൂ. അതെ അതെ. നമ്മളെ എന്ത് സബ്സ്ക്രൈബറെ കണ്ടു. ഫുൾ സപ്പോർട്ട്. നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ ജ്യൂസ് സ്ട്രീറ്റിന്റെ പേര്? വൈ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇവിടെ ഒരു സിനഗോഗിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. സിനഗോഗ് തെക്കുംഭാഗം സംഭവം അടച്ചിക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിലൊക്കെ കാണിച്ചായിരുന്നു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ കാണുന്ന ഈ കടയിൽ രാവിലെ ചായ കുടിച്ചിരുന്നു. കുഴപ്പമില്ല. ഹോണസ്റ്റ് കഫി. അപ്പോൾ ഏതായാലും ഞങ്ങള് നമ്മൾ നിൽക്കണം. ഞാനിവിടെ ഇന്റർനാഷണൽ എയർപോർട്ട്. നല്ല പേടിയുണ്ട്. വാട്ടർ മെട്രോ വളരെ അടിപൊളി പോകുന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിവിടെ ഉണ്ടെന്നുള്ള ഞാൻ ആകെ ധൈര്യം. ഞാൻ മരിക്കുന്നുള്ള പേടിണ്ടായി. കണ്ടപ്പോ പോയി. പിണക്കമെന്നോട് എന്തിനാ കൽബ് വേദന. അപ്പൊ പെട്ടിലാക്കി നാട്ടിലാക്കി വിട്ടതെന്തിനാ? നമ്മളെ ഞാൽപ്പിമ്മ ആദ്യമായിട്ട് ബോഡിന്റെ വിഷമുണ്ട്. ഞാല്ല പേടിയുണ്ട്. അല്ല ഞാലെ കണ്ണൊക്കെ മാറിയേക്കണു. നല്ല വൃത്തിയുണ്ട് കേട്ടോ ഗൈസ്. അവിടെ സെറ്റപ്പ് ഉണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ കയറാണ്. ഗൈസ് നിയാൽപ്പിമ്മ അവിടെ നല്ല മിറർ എടുക്കണ്ട്. അല്ലെങ്കിൽ മിറർ എടുക്കണ ഓൾക്ക് അവിടെ നമ്മളെ കാണൂല. കട ഗൈസ് ഇതാണ് നമ്മളെ മെട്രോന്റെ ഉള്ളിൽ. നല്ല വൃത്തിയും നല്ല തണുപ്പ് വേസിയൊക്കെ ഉണ്ട്. മിറർ എടുത്തില്ലേ? നിയാലിന് വളഞ്ഞ അടിപൊളി പോകാനാണ് സംശയം.
അത്രേ ഉള്ളൂ. ഇവിടെ വെള്ളം കയറൂലേ? ഫുൾ സെക്യൂർഡ്. അവിടെ മേലക്കൊക്കെ വെള്ളം കയറൂല. നല്ല വൃത്തിയുണ്ട്, തണുപ്പുണ്ട്. കിട്ടൂല, ഗൈസ്. ഇന്ത്യയിലെ എരിപ്പ് മെസ്സി അതുപോലെ ദാനിച്ചുള്ള എരിപ്പാണ് ഈ എരിപ്പ്. നോക്ക് പിന്നെ നിയാലിന്റെ നിയാലിന് പേടിണ്ടോ? മെട്രോ ആരംഭിക്കലാമ ഗ്രാൻഡ് ഹയാത്ത് കണ്ടോ? നമ്മള് പോയി അവിടെ നമ്മള് ഇന്നലെ സ്റ്റേ എടുത്ത് ഗ്രാൻഡ് ഹയാത്ത് കണ്ടോ? ഗ്രാൻഡ് ഹയാത്ത് ഇന്നലെ സ്റ്റേ എടുത്ത് എങ്ങനെയാ? ഗ്രാൻഡ് ഹയാത്ത് സ്റ്റേ കണ്ടോ? ഗംഭീരം. പൗതി തന്നെ പോട്ടെ, വണ്ടി മൊത്തം മുങ്ങും. വള്ളപ്പത്തെ വെച്ചിട്ടുണ്ട് കാർ ചെയ്യണ്ടേ പൊട്ട. എല്ലാരും മുങ്ങൂത്. ഓൾക്കൊരു ക്ലാസ് ആണേ. ഞാൻ നല്ല പേടിന്റെ കണ്ണൊക്കെ നിറഞ്ഞിക്കണോ? എന്തൊരു വസീയത്തുണ്ടോ? കുട്ടിനെ പേര് അറിയാൻ ആശ കുട്ടികൾ ചേക്കാണ്. ഫോണിനോട് താല്പര്യം. നിങ്ങളെ തന്ത്രിനൊന്ന് മനസ്സിലാക്കൂ. ബിഗ് ബിന്റെ പേരാണ് വേണ്ടി വന്ന എത്ര കാട്ടി നോക്കിയത്. കൊണ്ടോട്ടി ഹുവാഹെ. സോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോയിരുന്നു. ഭയങ്കര പോറ്. ഞങ്ങളിപ്പോൾ ഏതായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡച്ച് സെമിത്തേരി കണ്ടു. ഷമ്മാസ് പോലൊന്നും കാണാത്ത സ്ഥലം. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല. ലൈഫ് അടിപൊളി. ജീവിതത്തിലൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഡച്ച് സെമിത്തേരിയിലൊക്കെ കിടക്കാൻ സംഭവിക്കണം. പ്രൊട്ടക്ഷനായിട്ട് പാമ്പുകൾ. അപ്പൊ ഗൈസ് ഞങ്ങള് ഫോട്ടോച്ച് കുറെ നേരം വന്നിട്ട് അല്ലേ? ഫോട്ടോച്ച് നമ്മള് വന്ന് പോയ പിന്നെ നമ്മളെ ബിഗ് ബിയുടെ പേരൊക്കെ കൊണ്ടോട്ടി കിട്ടണല്ലേ അല്ലേ? ആ കളർഫുൾ ആക്കി അതിന് അവിടുന്ന് ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി കാണാനൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഭയങ്കര മോശം. നമ്മളെത്ര അത്രയും ആഗ്രഹിച്ച ഒരു കൂൾ സ്പേസ് ഫ്രീ മൈൻഡ് ഉദ്ദേശിച്ച് വന്നതാണ്. പക്ഷെ ഒരുപാട് ബാഡ് സ്മെല്ല്, അതുപോലെ തന്നെ കുറച്ച് പ്ലാസ്റ്റിക് സോ ഇത് എല്ലാരും ഷെയർ ചെയ്തിട്ടില്ലേ? ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ വെച്ചാല് മൊത്തത്തിൽ നമ്മള് വെറുതെ നമുക്കൊരു ഫ്രീ ഇതായിട്ട് കുറച്ച് വൃത്തി തന്നെയാണ്. സ്ട്രക്ചർഡ് ആയിക്കണേ. ഫോട്ടോ വെച്ച് നല്ല കട്ടും കാര്യങ്ങളൊക്കെ വിരിച്ച് ഗുഡായിട്ടുണ്ട്. സോ ഇപ്പൊ നമ്മൾ അടുത്തൊക്കെ പോണെന്ന് വെച്ചാല് ഗൈസ് ഞങ്ങള് ചന്ദ്രന്റെ റെസ്റ്റോറന്റിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. നല്ല സദ്യയായിരുന്നു. വേറും വെറും 75 രൂപക്കാണ് അടിമതി. നീ അല്പം വെള്ളം നോക്കിയാൽ മതി. 25 കാണാ. ഓക്കെ ഗൈസ് ഞങ്ങൾ അടുത്തായി വന്നിട്ടുള്ളത് സെൻട്രൽ സ്ക്വയർ മാളിലേക്കാണ്. ഞാൻ എന്താ പറയാ, നമ്മള് മാളിക്കൊന്നും പോകും. നല്ല ചതുരത്തിലാണ് ഇതിന്റെ പേരുള്ളത്. അല്ല പിന്നെ സ്ക്വയറിൽ. ഗൈസ് നമുക്ക് ഡിസ്കൗണ്ട് കൂപ്പൺ കിട്ടി നമ്മളെ മാളിൽ വന്നപ്പോൾ. കാരണം വെച്ചാൽ അപ്പൊ നീ അൽഫമിനെ കണ്ടതാണ്. ഓർക്ക് ഇൻസ്റ്റാഗ്രാമിൽ 10K ഫോളോവേഴ്സ് ഉണ്ടായതുകൊണ്ട് അപ്പോൾ 10K പകരം 10% ഇത് കിട്ടി. അപ്പോൾ ഇതുവരെ ഇനി ഇപ്പൊ 999 അപ്പൊ 50,000 6000 ആരൊക്കെ അൺഫോളോ അടിച്ചു. ഇപ്പൊ അൺഫോളോ അടിച്ചാണ് ഓലൊക്കെ പോവാ. അപ്പൊ എല്ലാരും ഇപ്പൊ തന്നെ എന്താക്കാം, നീയാലിനെ ഫോളോ ചെയ്യാം. ഇതാണ് മാള് ഗൈസ്. നോക്കൂ ഇവിടെ എന്താ പറയാലോ, ഒരു അടിപൊളി അടിപൊളിയാണ് മാളിന്റെ. എന്റെ അഭിപ്രായം എന്താ? അടിപൊളി. ആൾക്കാര് കുറവാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? സാധനങ്ങൾ ഇഷ്ടം പോലെ. ഇതാണ് മാൾ.